ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 187, 188, 189, 190, 191, 192 അത്ര എപ്പിസോഡ്സാണ്. അപ്പോൾ അടിപൊളി എപ്പിസോഡ്സാണ്. പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. നമുക്ക് നേരെ നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ കോജികാഷൻ മാസമായിട്ട് ഗത്തായിട്ട് വന്ന് എൻട്രി കൊടുക്കുകയാണ്. ഒരു വലിയ ടോഡിനെ സമൺ ചെയ്ത് അവിടെയുള്ള ബിൽഡിംഗ് തന്നെ പൊളിച്ചടുക്കി അതിൻ്റെ മണ്ടിക്ക് കയറുന്നതിന് ശേഷം ടോഡിനെ സമണിങ് റിലീസ് ചെയ്ത് ആ ടോഡിനെ പറഞ്ഞു വിട്ട് കോജികാഷൻ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടിക്ക് കയറി നിൽക്കുകയാണ്. ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് കുറേയധികം ചുടുകട്ടകൾ തെറിച്ച് ബൊറൂട്ടോയുടെ മണ്ടയ്ക്ക് വീഴാൻ പോകുമ്പോൾ വാട്ടർ ലെൻസ് യൂസ് ചെയ്ത് അത് തണി നിർത്തുന്നതുകൊണ്ട് കോജികാശ് ഒറ്റ സ്ട്രൈക്കിനെ അവനെ കൊല്ലുന്നതുകൊണ്ട് എല്ലാം പടപടപടപടേ എന്നായിരുന്നു. എന്താടാ സംഭവം എന്ന് പറഞ്ഞ പിള്ളേരെല്ലാം നോക്കി നിൽക്കുകയാണ്. കോജികാശി പറയാണ്, ഹലോ ബൊറൂട്ടോ, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. നിന്നെ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തായാലും കണ്ടുല്ലോ. നടക്കാൻ പറ്റാത്തതെല്ലാം നടക്കുന്നുണ്ട് എന്ന രീതിയിൽ കോജികാശി പറയാണ്. ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ ബൊറൂട്ടോ ചോദിക്കുകയാണ്, താൻ ആരാ? കാറയുടെ മെമ്പറാണോ? താൻ ഏതാ? തൻ്റെ പേര് കോജികാശി എന്നല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ബൊറൂട്ടോ നിൽക്കുകയാണ്. അപ്പോൾ കൊനോഹമാർ പറയാണ്, നീ ഒന്ന് നിർത്ത് ബൊറൂട്ടോ, അങ്ങനെ അവനോട് സംസാരിക്കരുത്. ഇവൻ ആരാ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇയാളുടെ ഇൻട്രൊഡക്ഷൻ തന്നെ അത്ര സേഫ് അല്ലാത്ത രീതിയിലാണെന്ന് പറഞ്ഞ് കൊനോഹമാർ വരാണ്. അപ്പോൾ കോജികാശൻ പറയാണ്, ആണോ മോനെ, നീ ആരാണ്? നീ കൊനോഹമാറല്ലേ? ഇത്ര വലുതായി. കൊള്ളാം നാരുട്ടോയുടെ സ്റ്റുഡൻറ്റ്. അങ്ങനത്തെ രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ച് കയറ്റുന്നുണ്ട് കോജികാഷൻ. അപ്പോഴത്തേക്കും ഒരുപാട് പില്ലേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ലോക്കിയാണ് കോജികാഷൻ നമ്മളുടെ കൊനോഹമാറിനെയും ബൊറൂട്ടോനെയും സറാഡേനെയും നമ്മളുടെ മിറ്റ്സുക്കിനെയും കട്സുക്കിനെയും ഒക്കെ. അങ്ങനെ എന്ത് ചെയ്യാണ്, അതിലൊരു ലൈറ്റ്നിങ് കൂടെ പാസ് ചെയ്യാണ്. ഇത് കണ്ടതും കൊനോഹമാറിന് സീലിംഗ് ജുട്സുയുടെ ABCD അറിഞ്ഞുകൂടാന്ന് പറയരുത്, എല്ലാം നമ്മളുടെ കൊനോഹമാറിന് അറിയുന്നതുകൊണ്ട് ഇത് സീലിംഗ് ജുട്സു ആണെന്ന് പറയാണ്. പറഞ്ഞതും സറഡ പറയാണ്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലെന്ന്. കൊനോഹമാറോ അനങ്ങാതെ നിൽക്കുന്ന കണ്ട കോജികാഷൻ പറയാണ്, ഓ നിങ്ങളുടെ ഹൊക്കാഗെയൊക്കെ വളരെ വലിയ ആളാണ്, പക്ഷെ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താണ്? ഹൊക്കാഗെക്ക് വില കളയുന്ന ആൾക്കാരാണ് അവിടുത്തെ സിറ്റിസൺസ് എന്ന രീതിയിലാണ് കോജികാഷൻ സംസാരിക്കുന്നത്. അത് കേട്ട കൊനോഹമാറിന് ഭയങ്കര ദേഷ്യം വരാണ്. താൻ ആരാണോ അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് കോജികാഷൻ മുമ്പ് വെച്ച് തന്നെ ഒരു സീലിംഗ് ജുട്സു റിലീസ് ചെയ്യാനുള്ള സീലിംഗ് ജുട്സു കൊനോഹമാർ പഠിച്ചിട്ട് ആ ഒരു സീലിംഗ് ജുട്സു യൂസ് ചെയ്ത് ഈ ഒരു സീലിംഗ് ജുട്സു റിലീസ് ചെയ്യാണ്. അമ്പടെ മോനെ ജിഞ്ചി ഞക്കടി എന്നും പറഞ്ഞ് നമ്മളുടെ ആര് നോക്കാണ്? കോജികാഷൻ നോക്കാണ്. ചെക്കൻ ചുമ്മാന്നുമല്ല, ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കൊള്ളാം. ആ ഒരു ഹൊക്കാഗെയുടെ, ഏത് ഹൊക്കാഗെയുടെ? തേർഡ് ഹൊക്കാഗെയുടെ എല്ലാ കരവിരുതും ഉണ്ട് ഈ കൊനോഹമാറിനെന്ന് കോജികാഷൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കൊനോഹമാർ പറയണേ, എനിക്ക് മനസ്സിലായിരുന്നു മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു കാരുടെ മെമ്പർ ഇങ്ങനത്തെ ടെക്നിക്ക് ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഇതൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. ബിഗ് ബ്രദർ വേണ്ടാത്ത രീതിയിൽ ബൊറൂട്ടോ പറയുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക്, നീ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. ഓ നീ എൻ്റെ മുമ്പിൽ വന്നേക്കുന്നത് എന്തോ ഒന്ന് എന്നെ പഠിപ്പിച്ചു തരാനല്ലേ എന്ന് പറഞ്ഞ് കോജികാഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കൊനോഹമാറാണെങ്കിൽ വിൻ സ്റ്റൈൽ യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. എടുത്ത് മറിച്ച് അടിച്ച് പിടിച്ച് കോജികാഷൻ ദൂരെ ചവിട്ടി തെറിപ്പിച്ച് എറിയുന്നുണ്ട്. അത് വില പോകൂല എന്ന് കൊനോഹമാറിന് മനസ്സിലായി. അപ്പം തന്നെ കൊനോഹമാറിൻ്റെ ഇത് കണ്ട ബൊറൂട്ടോയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ കാണ് എന്നാണ് കോജികാഷൻ പറയുന്നത്. ഫയർ സ്റ്റൈൽ ഡ്രാഗൺ യൂസ് ചെയ്യാണ് നമ്മളുടെ കൊനോഹമാറോ. അത് യൂസ് ചെയ്ത് കോജികാഷൻ വാരിയിട്ട് അടിക്കുമെന്ന് വെച്ചാൽ അവിടെയുള്ള മരമൊക്കെ കരഞ്ഞു പോവാണ്. പക്ഷേ കോജികാഷന് ഒന്നും പറ്റില്ല. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് അവിടെയൊക്കെ നിന്ന് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് കൊനോഹമാറിനെ. കൂളായിട്ട് നിൽക്കാൻ കോജികാഷൻ ഇപ്പോഴും ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പം നമ്മൾ അത്രയും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ഇതുമില്ല. ഈ ഫൈറ്റിംഗ് ടെക്നിക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുണ്ട് കൊനോഹമാറിനും. നല്ല രീതിയിൽ കോജികാഷൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കൊനോഹമാറിൻ്റെ ഫൈറ്റിംഗ് സ്കിൽ അറിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ തന്നെ കോജികാഷനുണ്ട്. ആക്ച്വലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കോജികാഷൻ ഇത്ര സിമ്പിളായിട്ട് ഫൈറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് അറിഞ്ഞിട്ടായിരിക്കണം. പക്ഷേ നമ്മളുടെ കൊനോഹമാറിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ നറൂട്ടോയുടേതുമായിട്ട് കുറച്ചധികം സിമിലറാണ്. അങ്ങനെ കോജികാഷൻ മാഞ്ഞ് വന്ന് കൊനോഹമാറിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എൻ്റെ മുന്നിൽ നിൽക്കൂടാന്ന് പറഞ്ഞ ടൈജിത്സു വെച്ച് കിക്ക് കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട കോജികാഷനെ റസംഗം വെച്ച് അടിക്കാൻ പോകുമ്പോൾ കോജികാഷനെ റസംഗം എടുക്കണം. സയൻറ്റിഫിക് നിഞ്ച ടൂളാണെന്ന് വെച്ച് കൊനോഹമാർ ഡയറക്റ്റ് പോയി അടിക്കുകയാണ്. അത് രണ്ടും കൂടെ അടിച്ച് പവർ ന്യൂട്രലൈസ് ആയി പോവാണ്. നമുക്കറിയാം രണ്ടും ഒരേ പവർ വന്നാൽ അത് പൊട്ടി ഒന്നും അല്ലാതായി പോകും. അങ്ങനെ നമ്മളുടെ കോജികാഷനും നമ്മളുടെ കൊനോഹമാർ
കൊനോഹമാറും 2 സ്ഥലത്തേക്ക് പോയാണ്. അങ്ങനെ കൊനോഹമാർ ചോദിക്കുകയാണ്, അത് സയൻറ്റിഫിക് നിഞ്ച ടൂൾ അല്ലായിരുന്നു, അപ്പോൾ നീ എങ്ങനെയാ നിന്റെ ചക്ര യൂസ് ചെയ്ത് രസങ്ങൾ ഉണ്ടാക്കിയത്? കാരണം എല്ലാവർക്കും ഒന്നും രസങ്ങൾ ഉണ്ടാക്കാൻ അറിയത്തില്ല. അതെങ്ങനെ? അത് ആ ടെക്നിക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പം നമ്മളുടെ നറൂട്ടോ, ബൊറൂട്ടോ, അതുപോലെ തന്നെ കൊനോഹമാർ ഇത്ര പേർക്ക് ഇവിടെ അറിയത്തുള്ളൂ. അതിനി അങ്ങനെ ആർക്കും അറിയത്തില്ലല്ലോ, അത് നീ ഇങ്ങനെ പഠിച്ചു എന്ന്. ഓജികാഷൻ എന്നോട് വന്ന് നീ ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. കൊള്ളാവുന്ന രീതിയിൽ ചിരിച്ച് നിൽക്കുകയാണ്. ഒരു രീതിയിലുള്ള ഒരു ഭയങ്കര പേടിച്ച് അങ്ങനെ ഒന്നും കോജികാഷിനെ കാണിക്കുന്നില്ല. പെട്ടെന്നൊരു തവള വന്ന് നമ്മളുടെ കൊനോഹമാറിൻ്റെ പുറത്തിരുന്ന് ആ തവള ഒരു ടോഡ് ഓയിൽ യൂസ് ചെയ്ത് നമ്മളുടെ കൊനോഹമാറിനെ ബേൺ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ കൊനോഹമാർ നിന്ന് കത്തുകയാണ്. കൊനോഹമാർ കുറച്ച് നേരത്തിനുള്ളിൽ കത്തി തീരുന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കൊനോഹമാറിനെ രക്ഷിക്കാനായിട്ട് ആരെ കൊണ്ടും പറ്റുന്നില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് ബൊറൂട്ടോയ്ക്ക് സംഭവിക്കുകയാണ്. കൊനോഹമാറിന് അപകടം പറ്റുന്നത് നോക്കി നിൽക്കുകയാണ് കോജികാഷൻ. ബൊറൂട്ടോയുടെ മൂമെന്റ്സ് ഓരോന്ന് നോക്കുകയാണ് നമ്മളുടെ കോജികാഷൻ. കൊനോഹമാറും ഇങ്ങനെ ആയിട്ടും കോജികാഷൻ അനങ്ങുന്നില്ല. പക്ഷെ ബൊറൂട്ടോ സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കാണ്. നിർത്തടോ എന്ന് ബൊറൂട്ടോയുടെ സൗണ്ട് മാറിയിട്ട് ഒരു സീൽ അൺലോക്ക് ആവുകയാണ്. അങ്ങനെ ആ ഒരു സീൽ ബൊറൂട്ടോയുടെ ദേഹം ഫുൾ ടാറ്റു അടിച്ചതുപോലെ കത്തി കയറാണ്. കണ്ണ് വരെ കയറാണ്. ഒരു ബ്ലൂ കളറാണ്. ഇതൊരു ഫസ്റ്റ് ലെവൽ എന്ന് തന്നെ പറയാം. ഒരു 30%. അതും കർമ്മയാണ്. അതെ, നമ്മളുടെ കർമ്മ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ ഫയർ ഫുൾ അബ്സോർബ് ചെയ്യാണ്. കൂടാതെ അവരുടെ സീൽ ചെയ്തിട്ടില്ലേ, ആ ലൈറ്റ്നിങ് അബ്സോർബ് ചെയ്യണം. പറന്നു വന്ന് കൊനോഹമാറിനെ രക്ഷിക്കുകയാണ്. കണ്ട കോജികാഷൻ ഞെട്ടിപ്പോവാണ്. കാരണം അങ്ങനെ ഒരു ടെക്നിക്ക് ബൊറൂട്ടോ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നു എന്ന രീതിയിലാണ് കോജികാഷൻ നോക്കി നിൽക്കുന്നത്. ഒരിക്കലും ബൊറൂട്ടോയുടെ അടുത്ത് നിന്ന് കർമ്മ നമ്മളുടെ കോജികാഷൻ നല്ല കാറിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൊറൂട്ടോ ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഏറിപ്പോകുന്നത് പോലെയാണ് ബൊറൂട്ടോയ്ക്ക് തോന്നുന്നത്. സ്വന്തം കൺട്രോൾ ഇങ്ങനെ പോകുന്നത് പോലെയും ദേഷ്യം വന്ന് നമ്മളുടെ 9 ടൈലിൻ്റെ ഫോമിൽ നറൂട്ടോ പോകുമ്പോൾ ഒരു ഇത് വരത്തില്ല, അതുപോലെയാണ് ബൊറൂട്ടോയ്ക്ക് ഇവിടുത്തെ പോകുന്നത്. കാരണം ഭയങ്കരമായിട്ട് വേറെന്തോ ഒരു ഫീല് ബൊറൂട്ടോയ്ക്ക് വരികയാണ്. അങ്ങനെ കോജികാഷൻ നേരെ ഭയങ്കര വലിയ അറ്റാക്ക് കൊടുക്കാനായിട്ട് മനസ്സിലായില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നിർത്ത് ബൊറൂട്ടോ, യങ് ലോഡ് എന്നും പറഞ്ഞ് കറ്റസുക്കിയെ വിളിക്കുന്നുണ്ട്. ബൊറൂട്ടോ തൻ്റെ കൈ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ബൊറൂട്ടോയുടെ പേര് വിളിക്കുന്ന കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ബൊറൂട്ടോ മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചക്ര ഡ്രെയിനായി ബൊറൂട്ടോ വീഴാണ്. ചക്ര ഡ്രെയിനാവാ മീൻസ് ഒട്ടും ചക്രയില്ലാതെ വീണ് പോവാണ്. ഓ, അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം. ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും എന്ന രീതിയിൽ പറയണം. അത് കർമ്മയാണ് എന്ന രീതിയിൽ കോജികാഷൻ പറയുന്നതുകൊണ്ട് ഓ, മൊമോഷിക്ക് നിന്നെയാണ് ചൂസ് ചെയ്തത്. ഓ, അവൻ കൃത്യമായിട്ട് ചൂസ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ എന്തിനു നീ എന്ന് ചോദിച്ച് കോജികാഷൻ അവിടുന്ന് പോവാണ്. ബൊറൂട്ടോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൊറൂട്ടോ ബോധം കെട്ട് കിടക്കാണ്. സറാഡ ബൊറൂട്ടോനെ നീ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് പാഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ നമ്മളുടെ മിത്സുക്കി പിടിക്കാണ്. സറാഡ പറയണം, ബൊറൂട്ടോയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അവനെ തെരഞ്ഞു പിടിക്കുമെന്ന്. അപ്പോൾ മിത്സുക്കി പറയാണ്, ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ അവൻ സ്ട്രോങ് ആണ്, നമ്മൾ വീക്കാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്താൽ നമ്മൾ പെട്ടുപോകുന്നു. ഓ, ഒറോച്ചിമാരുടെ മോനെ, നിനക്ക് കുറച്ചധികം ബുദ്ധിയുണ്ട് എന്ന് കോജികാഷൻ പറഞ്ഞിട്ട് പോവാണ്. ഓ, സാസുക്കിയുടെ മോളെ നിനക്കും ഉണ്ട്, പക്ഷേ എടുത്തുചാട്ടം അവനെപ്പോലെ തന്നെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഇവർ ഞെട്ടിപ്പോവാണ്. ഇവരുടെ ഫുൾ ഹിസ്റ്ററി അറിയാം. കൊനോഹമാറിനെ അറിയാം, സാസുക്കിനെ അറിയാം, നമ്മളുടെ ഒറോച്ചിമാറിനെ അറിയാം, ഇവരെ അറിയാം, നമ്മുടെ ബൊറൂട്ടോനെ അറിയാം, നറൂട്ടോനെ അറിയാം. അപ്പോൾ ഇയാൾ ആരാന്ന രീതിയിൽ ഇവർ നോക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ മിത്സുക്കിയും സറാഡയും ചേർന്ന് ബൊറൂട്ടോനെ എടുത്തിട്ട് പോവാണ്. മിത്സുക്കി ആകെ ടെൻഷനിലാണ്. ബൊറൂട്ടോയ്ക്ക് എന്താ പറ്റിയ, ഈ ഒരു ചക്ര അത്ര നല്ലതൊന്നുമല്ല, അവൻ പറഞ്ഞത് കർമ്മ എന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മിത്സുക്കി എടുത്തിട്ട് പോകാനായിട്ട് നിൽക്കാണ്. ബൊറൂട്ടോനെ സേഫായിട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് സറാഡയും മിത്സുക്കിയും കൂടെ പോകുമ്പോൾ മിത്സുക്കിനെ പെട്ടെന്ന് കാണാനില്ല. ബൊറൂട്ടോ നോക്കുമ്പോൾ അവിടെ കൊനോഹമാറും അതുപോലെ തന്നെ കറ്റ്സുക്കിയും കൂടെ ഒരു കല്ലറ ഉണ്ടാക്കുകയാണ്. നമ്മളുടെ മുകിനോടെ കല്ലറയാണ്. മിത്സുക്കിയും എല്ലാവരും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബൊറൂട്ടോയും ഓടി അങ്ങോട്ട് ചെല്ലാണ്. മിത്സുക്കിക്ക് ആ ഒരു സംഭവം കണ്ട്, നമ്മളുടെ മുകിനോട് ആ സംഭവം കണ്ട് ബൊറൂട്ടോയ്ക്ക് ആകെ സങ്കടമാണ്. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോവേണ്ട വരുന്നുമല്ലോ, നമുക്കിത് കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണ്, എനിമി കൊന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ബോഡിയിൽ ഇനി എന്തെങ്കിലും ചിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ നിൽക്കുകയാണ്. അങ്ങനെ ഡെൽറ്റനെ കാണിക്കുകയാണ്. ഡെൽറ്റ ആണെങ്കിൽ അമാഡോ മാറുമ്പോൾ അമാഡോയുടെ ലാപ്ടോപ്പിൽ അമാഡോ നോക്കിക്കൊണ്ട് നിന്ന കോഡിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്ത് മനസ്സിലാക്കുകയാണ്. കോഡ് തന്നെക്കാളും ബെറ്റർ ആണെന്നുള്ള സംഭവം ഡെൽറ്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അമാഡോയ്ക്ക് മനസ്സിലായി നോക്കിയെന്ന്, എന്നാലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ കോഡും കണ്ടു ഇവൾ നോക്കിയത്, അവനും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളുടെ ഡെൽറ്റ നടന്ന് പോവാണ്. അതേസമയം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടനാണ്. ആകെ മുകിനോടെ മരണത്തിൽ ഭയങ്കര വിഷമത്തിൽ നിന്ന് കാണാൻ ബൊറൂട്ടോ. കാരണം ഇപ്പോൾ
നടന്ന സംഭവത്തിൽ ഏറ്റവും വലിയ നഷ്ടം മുഗിന തന്നെയാണ്. കാരണം ഇവരൊക്കെ ആർക്കും അറിയത്തില്ല എന്താണ് മുഗിനയുടെ കഥയെന്ന്. കൊനോഹമാറിന് പോലും അറിയത്തില്ല എത്രത്തോളം മുഗിന കൊനോഹമാറിനെ വിശ്വസിച്ചെന്നോ. അപ്പോൾ ബൊറുട്ടോയ്ക്ക് മാത്രമേ അറിയൂ. അപ്പോഴാണ് എന്തോ ഒന്നും മിത്സുകിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്. എന്തോ ഒരു സ്മെല്ല് കിട്ടിയിട്ട് മിത്സുക്കി അവരെല്ലാം വിളിച്ച് അങ്ങോട്ട് പോകുന്ന. അവിടെ ഒരുപാട് പപ്പറ്റ്സ് മരിച്ചു കിടക്കാണ്. പപ്പറ്റ്സ് അല്ലെങ്കിൽ റോബോട്ട്സ് അത് മരിച്ചു കിടക്കാണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുണ്ടാക്കിയതാണ്. അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സയൻറ്റിഫിക് നിഞ്ച ടൂൾ വെച്ച് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് പോയി നോക്കുമ്പോൾ അതെല്ലാം തണുത്ത് കിടക്കാണ്. വിച്ച് മീൻസ് ഓവർ ഹീറ്റ് ആയിട്ടാണ് അതെല്ലാം ഡാമേജ് ആയ. പക്ഷേ അതെല്ലാം തണുത്തുമെങ്കിൽ കുറേ അധികം സമയമായി. അപ്പോൾ നമുക്ക് ഈ പട്ടിക്കുട്ടിക്ക് ജോജോ എന്ന് പേരിടാം. ജോജോ വന്ന് ഇവരെല്ലാം വിളിക്കുകയാണ്. ജോജോ വിളിച്ചത് പ്രകാരം ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ഒരുത്തൻ കിടക്കുകയാണ്. ഇവനെ കാണാൻ ഒരു ചെറുപ്പക്കാരനാണ്, കുഞ്ഞി പയ്യനാണ്. അത്ര കുഞ്ഞൊന്നുമല്ല, ബൊറൂട്ടോയുടെ ആ ഒരു ഏജൊക്കെ വരും. അപ്പോൾ അവനെ ഇങ്ങനെ നോക്കുകയാണ് ബൊറൂട്ടോ. അവനെ കണ്ടതും എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ബൊറൂട്ടോയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നുകയാണ്. എല്ലാവരും പറയാണ് വേണ്ട ബൊറൂട്ടോ, അവൻ ഇനി എനിമിയിൽ ആരാണെന്നാണ് തോന്നുന്നതെന്ന്. അവനാണ് ഈ പപ്പറ്റ്സിനെ മുഴുവൻ അടിച്ചിട്ടേന്ന് തോന്നുന്നു എന്ന് കൊനോഹമാർ പറയാണ്. ദൂരെ നിന്നും തന്നെ ബൊറൂട്ടോ അവൻ്റെ കയ്യിലെ പാട് കണ്ടതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതെൻ്റെ കയ്യിലെ അതേ പാടല്ലേ, അവൻ്റെ വേദന എനിക്ക് മനസ്സിലാകും. ഇതെന്താണ്, എനിക്കും അവനും ഞാനും എന്താണ് സിമിലർ എന്ന്. അപ്പോൾ ആ പയ്യൻ്റെ ഓർമ്മയിൽ കാണിക്കുകയാണ്. അവൻ്റെ പേരാണ് കവാക്കി. അപ്പോൾ നമ്മളുടെ കവാക്കി എന്തെന്നില്ലാതെ എങ്ങോട്ടൊന്നില്ലാതെ ഏതോ ഒരു സ്ഥലത്തൂടെ രക്ഷപ്പെടാനായിട്ട് നടക്കുകയാണ്. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു താ എന്നും പറഞ്ഞ് അവൻ ഒരുപാട് ദൂരം നടന്നു പോവാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെയും ഒരു വലിയ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് കവാക്കി മനസ്സിലാക്കി അവിടെ മുട്ടുകൊത്തി നമ്മളുടെ കവാക്കി വീണു പോവാണ്. കാരണം അവൻ അറിഞ്ഞൂടാ എന്താ രീതി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. അവിടെ വെച്ച് ഗാറോ എന്ന് പറയുന്ന ഒരാളെ അവൻ കാണാണ്. അവൻ്റെ രണ്ട് കൈയും വെപ്പ കൈയാണ്. അവൻ ഈ കവാക്കിനെ കണ്ടതും നമ്മളുടെ കവാക്കിക്ക് കണ്ടാലറിയാം ഒരു 5 മുതൽ 8 വയസ്സ്, അതിനകത്ത് എവിടെയോ ആണ് പ്രായം. അപ്പോൾ അത്രേ ഉള്ളൂ ആ പയ്യൻ. അപ്പോൾ ഗാറാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ആളാണ്. അവൻ്റെ കൈ നഷ്ടപ്പെട്ടു ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അവന് വേറെ കൈ കാലക്കാലം വെച്ച് കൊടുത്തു എന്ന് പറയണം. ഇത്തടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കവാക്കി നിൽക്കുകയാണ്. നീ ഇവിടുന്ന് രക്ഷപ്പെടേണ്ട ഒരാവശ്യമില്ല, നിന്നെ ഇവിടെ നല്ല രീതിയിൽ നോക്കും എന്ന് പറയാണ്. ഇതൊരു നരകമാണ്, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് ഒരു പവറും വേണ്ട, എനിക്ക് കയ്യും വേണ്ട, ഒന്നും വേണ്ട, എനിക്കിവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് കവാക്കി നിൽക്കുകയാണ്. നീ വിചാരിക്കും പോലൊന്നുമല്ല പവർ, അത് വേറൊരു സംഭവം തന്നെയാണ്. ആരാണ് പവർ ആഗ്രഹിക്കാത്ത എന്നും പറഞ്ഞ് നമ്മളുടെ ഗാറോ പറയാണ്. അത് കേൾക്കുമ്പോൾ കവാക്കി പേടിച്ച് പറയാണ്, എനിക്കതൊന്നും വേണ്ട, എന്നെ ഒന്ന് പുറത്ത് വിട്ടാൽ മതി, ഞാൻ പൊക്കോട്ടെ എന്ന രീതിയിൽ, എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ലെന്ന്. അപ്പോൾ പറയാണ് നിനക്ക് ഒന്നുമില്ല, നിൻ്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കാൻ പോലില്ല, കാറ നന്നായിട്ട് നിന്നെ നോക്കൂ എന്നൊക്കെ. അതൊക്കെ കേട്ട് കവാക്കിക്ക് ആകെ ടെൻഷനാവാണ്. അവൻ അതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് കവാക്കിയുടെ കൈ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അതിൽ ആ ഒരു മാർക്കുണ്ട്. നിന്നെ അത് അക്സെപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു കുറേ അധികം ദേഷ്യപ്പെടാണ്. നിൻ്റെ ഫാമിലി ഏതാ, ഫ്രണ്ട്സ് ഏതാ, നിൻ്റെ കൂടെ പുറപ്പാടാ, നീ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കവാക്കിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു രീതിയിൽ ചക്ര പുറത്ത് വരാണ്. അതിനെ അവർ കർമ്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് പുറത്ത് വരാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒട്ടോട്സുക്കി ക്ലാനിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ അത് യൂസ് ചെയ്ത് ഇവൻ്റെ മുഖം തന്നെ മുഴുവനായിട്ടും എറിയാണ് നമ്മളുടെ കവാക്കി. മുഖത്തിൻ്റെ ഒരു ഭാഗം താടിയലിൻ്റെ അവിടെ വെച്ച് താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറോ ഞാനിതിന് ഒരിക്കലും നിന്നോട് പകരം വീട്ടോടാന്ന് പറയാണ്. അതും കേട്ട് കണ്ട് അമഡോയും കോജികിഷൻ അവിടെ നിൽപ്പുണ്ട്. നമ്മളുടെ കോജികിഷൻ പറയാണ് വിചാരിച്ചതുപോലെ തന്നെ വന്നു. അവൻ്റെ ഉള്ളിൽ ആ ഒരു കർമ്മ അഥവാ കാമ കറക്റ്റായിട്ട് കയറി പിടിക്കുകയും ചെയ്തു. അവനിതേ ഫസ്റ്റ് ലെവലിലേക്ക് കയറുകയും ചെയ്തു. ഒരു 10% 20%. അതെ, നമ്മളുടെ ബൊറോട്ടോയ്ക്ക് ഇപ്പം ആക്ടിവേറ്റ് ആയില്ലേ, അതുമാതിരി ഫസ്റ്റ് ടൈം ഇവൻ ആക്ടിവേറ്റ് ആയത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ജീവന് അല്ലെങ്കിൽ വേറൊരാളുടെ ജീവന് ഭീഷണി വരുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. എൻ്റെ താടിയെല്ലാം പൊട്ടിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടൂല, നോക്കിക്കോ കവാക്കി എന്ന് ഗാറോ പറയാവുന്നതുകൊണ്ട് അതിവർ കേൾക്കുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ നമ്മളുടെ ജിഗനെ കാണിക്കുകയാണ്. ജിഗൻ്റെ അടുത്തേക്ക് ഡെൽറ്റ വരുന്നുണ്ട്. നീ അക്കോജിനെ ഒരുപാട് വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്ന പോലെ ഒരാളെ അല്ല, നീ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ജിഗൻ പറയാണ് നീ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേ വേണ്ട, ഞാൻ പാൻ കേക്കൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കല്ലേ, ഞാൻ കോജിക്കിഷിനെ വിശ്വസിക്കുന്നു. അയാൾ എത്ര അൺപ്രഡിക്റ്റബിൾ ആണെന്നും എങ്ങനെ അയാളുടെ ഫ്ലേവർ
സ്വഭാവം മാറ്റം എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നീ എന്ത് ഫ്ലേവറിൽ എന്ത് സാധനം വേണോ കഴിച്ചു, പക്ഷേ ആ വെസലിനെ തിരക്കാൻ എന്നെ കൂടെ വിടണമെന്ന് പറയാണ്. വെസൽ 3rd സ്റ്റേജിലായത് ഞാൻ അറിഞ്ഞ പോലും ഇല്ല. ഇതിലെനിക്ക് പോകണമെന്ന് പറയാണ്. ഓ, നീ എപ്പോഴും റിലാക്സ് ആയി കഴിച്ചോണ്ടിരിക്കുകയാണോ? നീ കഴിക്കുന്നത് നിർത്താൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു ഒരൊറ്റ ചവിട്ടാണ് ടേബിളില്ലാതെ തെറിച്ചടിച്ച് പോയി മലന്ന് അവഞ്ഞു അവിടെ വീണുണ്ട് ചെയ്യാനെന്ന്. അപ്പോൾ ജിഗൻ പറയണം, ഞാൻ കഴിക്കുന്നതിൽ നീ ഡിസ്റ്റർബ് ചെയ്തു, അതുകൊണ്ട് നിൻ്റെ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, നീ എന്താ ചോദിച്ചേ? നിനക്കിപ്പോൾ കോജി കൃഷ്ണൻ്റെ കൂടെ പോകണം, അതും വെസൽ തിരക്കാം. നീ പൊക്കോ, പക്ഷേ നീ കോജി കൃഷ്ണൻ്റെ കൺട്രോളിൽ തന്നെ നിൽക്കണം. പിന്നെ മോളെ ചുമ്മാ കിടന്ന് വിളയല്ലേ എന്ന് പറഞ്ഞിട്ട് ജിഗൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവളെയും പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം അവൻ റിവേഴ്സ് ടെക്നിക്ക് ചെയ്യാണ്. റിവേഴ്സ് ടെക്നിക്ക് കൂടെ ആ ടേബിളും അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം പഴയതുപോലെ വന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഒരു ഇതുമില്ലാതെ കൂളായിട്ട് പാൻകേക്സും അതുപോലെ തന്നെ വൈനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ചിക്കൻ. നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാനെന്നൊക്കെ ഇവൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്താൽ നീ ഒന്നിറങ്ങി പോടി എന്ന രീതിയിൽ പറയാണ്. എന്തോ നീ കാണിക്ക്, നീ നിൻ്റെ ബാക്കി കഴിച്ച് എൻജോയ് ചെയ്യുമെന്ന് പറയാണ്. അതേസമയം കോഡ് ഇതൊക്കെ കാണുന്നുണ്ട്. നിനക്ക് ഇത് തന്നെ വേണം ഡെൽറ്റ, നീ പോ മോളെ എന്ന രീതിയിലാണ് കോഡ് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. ഇത്രയും ബുദ്ധിയുള്ള കൊച്ച് എന്ന രീതിയിൽ നിൽക്കുകയാണ്. കാരണം ഒന്നും അറിയത്തില്ല അവിടെ എന്താ എങ്ങനെ ഒന്നും അറിയാതെ ഇതേ ചാടി പോകണമെന്നും പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ അമഡോയും അവിടത്തേക്ക് വരുന്നുണ്ട്. എന്തായും ചോദിക്കുമ്പോൾ കോജികൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഇൻഫോർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ മറ്റേ അവൻ്റെ എയോടെയും ഒരു ഇൻഫോർമേഷനും കിട്ടാനില്ല എന്ന് പറയണം. അതും ഒഴിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോഡിനെ എല്ലാവരും ചൊറിയുന്നുണ്ടെങ്കിലും കോഡ് അങ്ങനെ ഇങ്ങനെയൊന്നും കളത്തിറങ്ങുന്ന ആളെ അല്ലെന്നാ തോന്നുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെൽറ്റനെ കാണിക്കുകയാണ്. ഏതോ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ആരെയോ പൊളിച്ചടുക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് പറയാണ്, നിനക്ക് ഞാനൊരു അവസരം തരാം, പകരം വീട്ടാൻ നീ എൻ്റെ കൂടെ വരുന്നോ ലാൻഡ് ഓഫ് ഫയറിലേക്ക്, ഇത്ര ഫണ്ണാവാന്ന് പറയാണ്. അങ്ങനെ ആണോ, എന്തായാലും രസം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ നല്ല രസമാണ്, നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വരാണ് ഡെൽറ്റ ആരോ ഒരുത്തനെ. അപ്പോൾ കവ്വാക്കിനെ കാണിക്കുകയാണ്. കവ്വാക്കിയുടെ അടുത്ത് എല്ലാവരും ഇരിക്കുകയാണ്. ബൊറോട്ടോയ്ക്ക് ഇവൻ ഇവിടെ വെട്ടിട്ട് പോകാനേ വയ്യ. നാറോട്ടോണ്ട് ചോദിക്കും, നമുക്ക് ഇവനെ എന്തെങ്കിലും ചെയ്യണം, ഇവനെ ഇവിടെ വെട്ടിട്ട് പോകാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കവാക്കിയുടെ ഓർമ്മയിൽ ജിഗൻ വരാണ്. കവാക്കിയുടെ ഓർമ്മയിൽ ജിഗൻ മാത്രമല്ല അവൻ്റെ അച്ഛനും വരാണ്. അപ്പം നമ്മളുടെ ആരുടെ അച്ഛൻ, നമ്മളുടെ കവാക്കിയുടെ അച്ഛനാണെങ്കിൽ ജിഗനോട് ഒരു ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മീങ്ങച്ചോടൊന്നും അല്ല സംസാരിക്കുന്നത്, കവാക്കിനെ വിൽക്കുന്ന കാര്യമാണ്. ആ ഇരുണ്ട രാത്രി കവാക്കി ഓർക്കുന്നു. കൊക്കറ്റ്സോ എന്നായിരുന്നു അവൻ്റെ അച്ഛൻ്റെ പേര്. അങ്ങനെ കൊക്കറ്റ്സോ എന്ത് ചെയ്യാണ്, നമ്മളുടെ ജിഗനുമായിട്ടൊരു ഡീൽ സംസാരിക്കുകയാണ്. ജിഗൻ ഒരുപാട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പൈസക്ക് നീ ഇവനെ വാങ്ങുന്നുണ്ടെങ്കിൽ പ്രാന്താണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, കവാക്കിയുടെ അച്ഛൻ അവനെ കൊടുക്കുകയാണ്. അന്ന് നമ്മളുടെ ജിഗൻ കവാക്കിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് കവാക്കി ഭയങ്കരമായിട്ട് ഇവിടെ പേടിക്കുന്നുണ്ട്. അത് കാണുന്ന ബൊറോട്ടോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തൊക്കെയോ ഒരു ഡാർക്കായിട്ടുള്ള പാസ്റ്റ് ഉണ്ട്, അതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇവനെ രക്ഷിക്കണോ അതോ ഇവൻ എനിമിയാണോ എന്താണെന്നറിയാതെ നിൽക്കുകയാണ്. കവാക്കി പിന്നെയും അവൻ്റെ മുഖത്ത് ആ പേടി കൊണ്ടുവരാണ്. അവൻ്റെ സ്വപ്നത്തിൽ അവൻ്റെ അച്ഛൻ, അതായത് കവാക്കിയുടെ അച്ഛൻ അവന് ജിഗനെ വിറ്റതിന് ശേഷം ജിഗൻ വന്ന് നമ്മളുടെ കവാക്കിയുടെ ഷോൾഡർ പിടിക്കും. എന്നിട്ട് പറയും ഞാനാണ് നിൻ്റെ അച്ഛൻ എന്ന്. അതായത് അഡോപ്റ്റീവ് ഫാദറാണ് ജിഗൻ. എന്നിട്ട് നമ്മളുടെ കവാക്കിയുടെ ഒറിജിനൽ അച്ഛനാണ് ആ ഒരു വിറ്റ ഒരാൾ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി എന്നെ തുടരുത് ബൊറോട്ടോ എന്ന് പറയുന്നില്ല, തുടരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വലിച്ചു കോർന്നുണ്ട്. എന്നെ തുടരുതെന്ന് പറഞ്ഞ് ബഹളം വെച്ച് കവാക്കി എയറിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും അന്നുള്ള അതായത് കർമ്മ ആ ഒരു സംഭവമില്ലേ, അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടാണ് കവാക്കി ഇപ്പോൾ ബിഹേവ് ചെയ്തത്. അതായത് ഈ കാമ അഥവാ കർമ്മ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ട്രെയിനായി മുമ്പോട്ട് പോയേക്കുന്ന ഒരാളാണ് കവാക്കി എന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. കവാക്കി ഇവരെ കണ്ട് പറയാണ്, നിങ്ങളും കാറയിലെ ആൾക്കാരല്ലേ, ഔട്ടർ മെമ്പേഴ്സ് അല്ലേ നിങ്ങൾ, എന്നെ പിടിക്കാനായിട്ട് നിങ്ങൾ ആരും വരണ്ട, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തരത്തില്ല, പൊക്കോ, നിങ്ങൾക്ക് ജീവന് പേടിയുണ്ടെങ്കിൽ പൊക്കോ എന്ന രീതിയിൽ പറയാണ്. ഇവിടെ ജിഗന്റെ മുഖത്തും കവാക്കിയുടെ മുഖത്തും ഒരേ പാട് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. നമ്മളുടെ കൊനോഹമാറിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ ചക്രയുടെ പീക്കിലാണ്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, നിന്നോട് ബലപ്രയോഗം നടത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന രീതിയിൽ കൊനോഹമാർ പറയാണ്. ഇവിടെ കോജി നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ഡെൽറ്റ വരികയാണ്. ഡെൽറ്റ പറയാണ്, നീ എന്താ ഇവിടെ വായ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗാറോനെന്ന്. അയ്യോ, നീ അവനെ കൊണ്ടുവന്നു, നീ എന്തെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ, നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു
പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്നെ പറഞ്ഞോട്ട് ജിഗനാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ പറയണേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീ വിചാരിക്കും പോലത്തെ ആൾക്കാരല്ല അവിടെ നിൽക്കുന്നത്. അത്ര പെട്ടെന്ന് നീ വിടുന്ന ആർക്കും അവരുടെ മുമ്പ് ജയിക്കാനും പറ്റത്തില്ല, പ്രത്യേകിച്ച് കവാക്കി കൂടെ അവിടെ ഉള്ളത് കൊണ്ടെന്ന്. എന്താവും എന്തോന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഡെൽറ്റ പറയണേ എന്താവാനാ, ഇപ്പം നോക്കിക്കോ ഞാൻ ഇവനെയും കൊണ്ട് പോവും, നല്ല പേര് ജിഗൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കും. നീ നല്ല പേര് വാങ്ങാനല്ലേ മുന്നേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ കോച്ച് പറയാണ് അല്ല, ഞാനിവിടെ ഒബ്സർവ് ചെയ്യാൻ നിൽക്കുകയാണ്, ഇവിടെ കുറച്ചധികം സംഭവം ഇനി നടക്കാൻ പോവാണെന്ന്. അപ്പം നമ്മുടെ ജിഗൻ പറഞ്ഞു വിട്ട നമ്മളുടെ ഡെൽറ്റ ഗോറോനെ വിളിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. അവനെ വിളിച്ചുകൊണ്ട് വരാൻ ജിഗൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ബൊറൂട്ടാണെങ്കിൽ അവൻ്റെ കയ്യിലെ മാർക്കം കാണിച്ച് നീ എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ കയ്യിലും ഇതേ സാധനമുണ്ട്, എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. ഓ 2 കർമാസ്, ഓ 2 കർമ്മകൾ ഒന്നിച്ചേരുന്നു, അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുകയാണ്. ഇതിൽ നമ്മളുടെ കോച്ചിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, മുമ്പേ കണ്ടതാണല്ലോ. പക്ഷേ ഇവിടെ ഡെൽറ്റയ്ക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. ഇതാരുടെ കർമ്മയായി ബൊറോട്ടോ ചെക്കൻ്റെ കയ്യിൽ, അവനാണ് ഹൊക്കാഗിയുടെ മോൻ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അതെ, എനിക്ക് കൂടുതൽ കഥ പറയാനും സമയമില്ല, ഞാൻ നോക്കുവാന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി ബൊറോട്ടോയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ തന്നെയും നിങ്ങളെന്നെ പറ്റിക്കാന്നും പറഞ്ഞ് മാറാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും വലിയൊരു ബോംബ് ബ്ലാസ്റ്റോടെ ഏതോ ഒരു തിണ്ടി അതിനിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആരടാ അതൊന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ കൈ കണ്ടപ്പോഴേ മനസ്സിലായി കവാക്കിക്ക് അത് ഗാറോയാണ്, ഒരു ഔട്ടർ മെമ്പർ ആണെന്ന രീതിയിൽ നോക്കുകയാണ്. അങ്ങനെ ഗാറോനെ നോക്കി നിൽക്കുകയാണ് കവാക്കി. അവൻ്റെ മോന്ത പൊളിഞ്ഞതോടെ അവൻ അവിടെയും ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. എല്ലാം സയൻറ്റിഫിക് നിഞ്ച ടൂളിൻ്റെ കളി. അങ്ങനെ ഇവനെ വിളിച്ചത് തന്നെ നന്നായി എന്ന രീതിയിലാണ് ഇപ്പോൾ കോച്ച് നിൽക്കുന്നത്. കാരണം 2 കാർമ കൂടെ ഇപ്പോൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം, ഇവനെ എടുത്തിട്ട് പൊരിക്കട്ടെ എന്ന രീതിയിലാണ് കോച്ച് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഇവൻ്റെ കാര്യം തീരും എന്ന് ഉറപ്പിച്ച് പറയാണ് കോച്ച്. ഇവനെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഡെൽറ്റ. എനിവേ എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. നമ്മളുടെ കവാക്കി ആകെ ഗെറ്റപ്പിൽ നിൽക്കുകയാണ്, സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. ബൊറോട്ടോ നോക്കുകയാണ് കവാക്കി എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കൊച്ചു പയ്യന് നേരെയാണോ ഇത്രയും വലിയ ബുൾഡോസറാണോ അത് സാധനം വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അവനാണെങ്കിൽ ഫയർ ലീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും കവാക്കിയുടെ നേരെ പെടുന്നതുമില്ല. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ റിവെഞ്ച് ബുദ്ധിയിലാണ് നിൽക്കുന്നത്. ബൊറോട്ടോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കവാക്കി നല്ല സ്പീഡിന് പോവാണ്. അവൻ്റെ സ്പീഡിന് മുമ്പിൽ മിത്സുക എന്നെ പറയുന്നുണ്ട്, വാ എന്നാ സ്പീഡാണ്, ഇവന് എന്തുമാത്രം ട്രെയിനിങ് എടുത്താണോ എന്ന്. അങ്ങനെ നമ്മളുടെ കവാക്കി എന്ത് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് റിവേഴ്സ് സ്കെയിൽ. അങ്ങനെ റിവേഴ്സ് സ്കെയിൽ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതുമാത്രമല്ല ഈ ഒരു ഗാറോ ചുമ്മാ വിടുന്നില്ല. ഗാറോ പിന്നെയും അത് യൂസ് ചെയ്ത് ഫയർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ റിവോൾവിങ് ബ്ലൈഡ് ഡാൻസ് അവിടെ വെച്ച് കളിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നില്ല, അങ്ങനെ കറങ്ങി കറങ്ങി ചുറ്റി പടഞ്ഞു വന്ന് അടിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് അത് അറ്റാക്ക് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്നും കൊണ്ടുവരൂലേ, അതുമാതിരി തന്നെയാണ്. ബോൺസ് നമ്മൾ ചെയ്യത്തില്ലേ, അതുമാതിരി തന്നെയാണ് ഇവൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു മൈക്രോ ടെക്നിക്കാണ്. ഓക്കെ, അപ്പോഴത്തേക്കും അത്രയും സയൻറ്റിഫിക് ആണത്. അതും ഒരു സയൻറ്റിഫിക് ടെക്നിക്കാണ്. പോകെ പോകെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവൻ പൊളിച്ചെടുക്കുന്ന ഭാഗം അനുസരിച്ച് പിന്നെയും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കവാക്കിയുടെ കയ്യിൽ. അവൻ്റെ കൈ കാണാൻ ഒരു മോൺസ്റ്ററിൻ്റെ കൈ പോലെ ഉണ്ട്. അത് യൂസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അടിക്കുകയാണ്. ഈ ഒരു മെറ്റൽ എന്തായാലും ഇവൻ്റെ കയ്യിലുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണെന്ന് ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കാം. കവാക്കി ആണെങ്കിൽ ഭയങ്കര രീതിയിൽ അവൻ ഡിഫെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതെല്ലാം ടൈജിറ്റ്സു സ്റ്റൈലും ആണ്. അപ്പോഴത്തേക്കും ഇവനെ നല്ല രീതിയിൽ അടിച്ച് തെറിപ്പിക്കുകയാണ് കാവാക്കി. അവസാനം പറന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ചെറിയ പീസേ കിട്ടുന്നുള്ളൂ. അതെടുത്ത് വെച്ച് പഞ്ച് ചെയ്ത് വീഴ്ത്താണ്. എന്നിട്ട് കൈ പിന്നെയും ആ മെറ്റീരിയലിൽ കൊണ്ടുപോയിട്ട് അത് വെച്ച് മടിച്ച് നിൽക്കുകയാണ്. ലാസ്റ്റ് കാവാക്കിനെ കൈ കൊണ്ട് എടുത്ത് കുത്തിപ്പിടിക്കുകയാണ് നമ്മളുടെ ഗാറോ. അപ്പോൾ ബൊറൂട്ടോ രക്ഷിക്കാനായിട്ട് പോവാണ്. ബൊറൂട്ടോ നീ പോയാൽ നിന്നെ ഞാൻ അറ്റാക്ക് ചെയ്യുമെന്ന് കൊനോഹമാർ പറയാണ്. കാരണം കൊനോഹമാറിന് ബൊറൂട്ടോയുടെ പ്രൊട്ടക്ഷനാണ് വലുത്. അങ്ങനെ നമ്മളുടെ കാവാക്കിനെ നോക്കുമ്പോൾ കാവാക്കി പെട്ടെന്ന് ഒരു മോഡിലേക്ക് പോവാണ്. അതും നമ്മളുടെ കർമ്മ മോഡിലേക്ക്. ബൊറൂട്ടോയും പെട്ടെന്ന് കർമ്മ മോഡിലേക്ക് പോവാണ്. കാരണം 2 പേർക്കും ഒരേ സമയം ആക്ടിവേറ്റ് ആവുകയാണ് കർമ്മ. അങ്ങനെ കർമ്മ ആക്ടിവേറ്റ് ആയതും കാവാക്കിനെ കണ്ട് ഗോറോ പുറത്തേക്ക് പോവാണ്. നീ ഒരുപാട് താമസിച്ചു പോയി, പുറകിലേക്ക് പോകാൻ നീ ഒരുപാട് താമസിച്ചു പോയി, നീ വരരുതായിരുന്നു എന്നും പറഞ്ഞ് കാവാക്കി ഭയങ്കരമായിട്ട് ഒരു ഇതും ഇല്ലാതെ വേറൊരു രീതിയിൽ പോവാണ്. ബൊറൂട്ടോയ്ക്കും സ്വന്തം കൺട്രോളിൽ പോയി വേറൊരു രീതിയിലേക്ക് ബൊറൂട്ടോ പോവാണ്. ഒരൊറ്റ പഞ്ചാണ് കാവാക്കി. വയറ്റിക്കൂടെ കയറി പുറകിലൊരു മയിൽപ്പീലി എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അത്രയും പൊള്ളിയായിട്ട് കാവാക്കി ആ ടെക്നിക്ക് യൂസ് ചെയ്തു. ഗാറോൻ്റെ കാര്യം നോക്കുക വേണ്ട, പൊളിഞ്ഞ് എല്ലാം ഒരു ബ്ലാസ്റ്റ് പോലെ ചെയ്യാണ്. അതായത് ആ ഒരു സാധനത്തിന് ആ ഒരു മെറ്റീരിയലിൽ ബ്ലാസ്റ്റ് ചെയ്ത് വിട്ടു കൊടുക്കുകയാണ് കാവാക്കി. ബോഡി തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ്
പോയി വീഴുന്നുണ്ട്. ആകെ പ്രശ്നം. ഞാനിത് തന്നെ പ്രശ്നം വിചാരിച്ചു എന്ന് പറഞ്ഞ് കോച്ച് നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവുന്നില്ല, കാവാക്കിക്കും ഒരേ സമയം ഇത് ആക്ടിവേറ്റ് ആയെന്ന്. അവിടത്തേക്കും അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാരണം വലിയൊരു ബ്ലാസ്റ്റാണ് കാവാക്കി നടത്തിയത്. അതെല്ലാം ബൊറൂട്ടോയാണ് അബ്സോർബ് ചെയ്ത് പിടിക്കുന്നത്. കാവാക്കി പെട്ടെന്ന് നോർമൽ ആവുന്നുണ്ട്. ബൊറൂട്ടോനെയും കാവാക്കി കാണുന്നുണ്ട്. അങ്ങനെ നോർമലായി വീഴുന്ന കാവാക്കിയുടെ അടുത്ത് പെട്ടെന്ന് ഓടിച്ചെല്ലാണ് നമ്മുടെ കട്ടസുക്കെ. ഇതൊക്കെ തന്നെ നടക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഇത് ഭയങ്കര വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കോച്ച് നിൽക്കുകയാണ്. അതെ, വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഡെൽറ്റ നിൽക്കുകയാണ്. കോച്ചും ഡെൽറ്റയും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സംഭവം എടുത്തു വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മളുടെ കട്ടസുക്കെ. അത് കടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ബൊറൂട്ടോയും നമ്മളുടെ സറാഡയും അന്തം വിട്ട് കൊന്തം പിടിക്കുകയാണ്. ഇതുപോലൊരു സാധനം കണ്ടു, പക്ഷെ അവനൊരു മോൺസ്റ്റർ ആയിരുന്നു. ഇയാളും ഇനി മോൺസ്റ്റർ ആണോ എന്ന രീതിയിൽ. ഇതൊരിക്കലും സാധ്യമല്ല എന്ന് നമ്മളുടെ കട്സുക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരു പുതിയ സയൻറ്റിഫിക് നിഞ്ച ടൂൾ ടെക്നിക്കാണ്, ഇതിൽ മൈക്രോ സയൻറ്റിഫിക് ടൂളാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് ബൊറൂട്ടോയും സറാഡയും പറയാണ്. അതിനുശേഷം നമ്മളെ ലീഫ് വില്ലേജ് കാണിക്കുകയാണ്. നമ്മളുടെ പുതിയ സയൻറ്റിഫിക് നിഞ്ച ടൂൾ സ്ഥലത്താണ് ഇവനെ ഇരുത്തിയേക്കുന്നത്, കവാക്കിനെ. അവിടെ വെച്ച് ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, കൈയൊക്കെ നോക്കുന്നുണ്ട്. നറൂട്ടോനോട് ഈ കാര്യം പറയുന്നുണ്ട് നമ്മളുടെ കൊനോഹമാറു. പുറത്താക്കി നിർത്തിയേക്കാണെന്നും പറയാണ്. കവാക്കി ആകെ പ്രശ്നം, അവന് പുറത്ത് പോയേ പറ്റൂന്ന് പറഞ്ഞ് എല്ലാണും ക്യാമറയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിലിട്ടേക്കുന്ന സാധനം അവൻ എത്രത്തോളം ചക്ര യൂസ് ചെയ്യുന്നു അത്രത്തോളം വലിച്ചു പിടിച്ച് അവൻ എന്ത് ചെയ്ത് ടൈറ്റ് ചെയ്ത് അവിടെ നിർത്തും. അങ്ങനെ അവനെ മയക്കുമരുന്ന് ആ ഒരു സ്പ്രേ ചെയ്ത് അതിൽ മയക്കി കിടത്താണ്. ഇവൻ എന്താ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല, പക്ഷെ ഇവന് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മയക്കിയെന്നേ ഉള്ളെന്ന് പറഞ്ഞ് കട്സുക്കെ പറയണം. എന്നിട്ട് അവൻ്റെ ഓർമ്മയിൽ കാണിക്കുകയാണ് ജിഗൻ ഇവനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൽ അവൻ്റെ ആ ഒരു സംഭവം കാണുമ്പോൾ പിന്നെയും ഇത് ഭയങ്കരമായിട്ട് വരികയാണ്. അവനെന്തോ ട്രോമയാണ് ജിഗൻ നല്ല രീതിയിൽ കവാക്കിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അവൻ ഇത്ര തന്നെ ടെൻഷൻ ആവുന്നത്. അങ്ങനെ കാവാക്കി നോക്കുമ്പോൾ സിമുറെ മരുന്നൊക്കെ കൊണ്ടുവരാണ്, ഫുഡൊക്കെ കൊണ്ടുവരാണ്, എല്ലാം ചവിട്ടി ദൂരെ എറിയാണ്. മര്യാദയ്ക്ക് മാറി നിൽക്കുക കൊച്ചു പെണ്ണ എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ബൊറൂട്ടോ പറയാണ്, ഞങ്ങൾ നിന്നെ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നീ കാണിക്കുന്നതെല്ലാം അറിയാം, പക്ഷേ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു രീതിയിലും പറ്റാൻ പോകുന്നില്ല, നിനക്ക് ഫുഡ് വേണമെങ്കിൽ നീ എടുത്ത് കഴിക്കുക എന്ന രീതിയിൽ അവൻ തട്ടിക്കളഞ്ഞുകൊണ്ട് ഇനി തരൂല എന്ന് പറഞ്ഞ് ബൊറൂട്ടോ പോവാണ്. നിനക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ മോണിറ്റർ നോക്കി പറഞ്ഞാൽ മതി, ആ ക്യാമറയിൽ നോക്കി പറഞ്ഞാൽ മതി, മോണിറ്ററിൽ ഞങ്ങൾ കാണാമെന്ന് പറയണം. നമ്മുടെ ന്യൂക്കുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അവൾക്ക് അടി കിട്ടുകൊണ്ട് തന്നെ. അപ്പോഴത്തേക്കും നമ്മളുടെ പിള്ളേർ പറയുന്നുണ്ട് കുഴപ്പമില്ല, കാര്യമൊക്കെ ഉണ്ട്, അവന് ചെറിയ മെൻ്റൽ ആളാണെന്ന രീതിയിൽ. അങ്ങനെ കുഴപ്പമില്ലാതെ നമ്മളുടെ ന്യൂ നിൽക്കുകയാണ്. എന്തോ ഒരു അർജൻറ്റെന്ന് പറഞ്ഞ് കാവാക്കി ഇവരെ വിളിക്കുന്നുണ്ട്. നറൂട്ടോനെയും സായനെയും കാണിക്കുകയാണ്. സെക്യൂരിറ്റി നമ്മളുടെ ആരുടെ കയ്യിൽ, ഷിക്കമാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നറൂട്ടോ പോവാണ് ഡയറക്റ്റ് നമ്മളുടെ കാവാക്കിനെ കാണാൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ നറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ടൊരു അഫെക്ഷൻ തോന്നുന്നു, ലൈക്ക് ഒരു അടുപ്പം തോന്നുന്നു കാവാക്കിയുടെ അടുത്ത് കേട്ടപ്പോൾ തന്നെ. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ബൊറൂട്ടോയുടെ കയ്യിലുള്ള ഒരേ മാർക്ക് ഉണ്ടായിരുന്നതും അവനെ ഒറ്റപ്പെടുത്തിയതുപോലെ കണ്ടുപിടിച്ചതെന്നും ഒക്കെ പറഞ്ഞതാണ്. കാരണം നറൂട്ടോയും പണ്ട് ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതേ കാര്യം റിലേറ്റ് ആവാണ് നറൂട്ടോയ്ക്ക്. അതുകൊണ്ട് തന്നെ നറൂട്ടോ തന്നെ ഡയറക്റ്റ് പോവാണ്. കവാക്കിനെ കാണിക്കാണ്, കവാക്കിക്ക് മുള്ളാൻ പോകണമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് സെറ്റപ്പ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ കവാക്കി നോക്കുന്നുണ്ട്. ഇതൊരു സയൻറ്റിഫിക് നിഞ്ച ടൂൾ റിസർച്ച് സെൻറ്റർ ആണെന്നൊക്കെ നമ്മളുടെ സിമുറെ പറഞ്ഞ് ഇവനെ നോർമലാക്കാൻ നോക്കുന്നുണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് ബൊറൂട്ടോ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോണ സ്ഥലത്ത് ഒരു സയൻറ്റിസ്റ്റിനെ തള്ളിയിടുന്നുണ്ട്. ആ ഒരു സ്മോക്ക് ബോംബ് പോലത്തെ സാധനമില്ലേ, ആ ഫ്ലാഷ് ബോംബ്, അത് അവൻ തട്ടിയിടുന്നുണ്ട്. അങ്ങനെ സയൻറ്റിസ്റ്റുമാർക്ക് സിമുറയും ബൊറൂട്ടോയും ഒക്കെ ചേർന്ന് പറക്കി കൊടുക്കുന്നുണ്ട്. കവാക്കിനെ കൊണ്ട് ചോദിച്ച് പോകുന്നുണ്ട്. ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ പതുക്കെ പോവെന്ന് പറഞ്ഞിട്ട് പതുക്കെ പോകൊണ്ടിരുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ആ സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. എന്തിനാ അവൻ അത് ചെയ്തതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മളുടെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം പറക്കി കൊടുക്കുന്നുണ്ട്. ഇവൻ ബോധം കെട്ട വിനയാണെന്നാണ് ഇവൻ കാണിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കവാക്കിനെ കൊണ്ട് ചോദിച്ച് പോവാണ്. ബൊറൂട്ടോയും മിറ്റ്സുകിയും നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. കാരണം കാവാക്കി ഓടിപ്പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോഴത്തേക്കും അവിടെ വെച്ച് എന്നെ ഇങ്ങനെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ കാവാക്കി പെട്ടെന്ന് ആ ബോംബെടുത്ത് തറയിടാണ്. ഇതൊരു സയൻറ്റിഫിക് നിഞ്ച ടൂൾ സ്ഥലമായതുകൊണ്ട് ഇത് കണ്ട ബോംബാണെന്നും എന്തോ ഒരു സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അറിയാവുന്നതുകൊണ്ട് തന്നെ കാവാക്കി അത് ഉപയോഗിച്ച് രക്ഷപ്പെടാണ്. പെട്ടെന്ന് തന്നെ സറട കയറി വരുമ്പോൾ പുക മയത്തി എന്താ സംഭവം നോക്കിക്കാണ്. കാരണം ഇത് ഉപയോഗിച്ച് ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, ശിവനെ ജെല്ലാന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ അവൻ പോയി നമ്മളുടെ സയൻറ്റിഫിക് നിഞ്ച ടൂളൊക്കെ വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കും ഇവൻ ഈ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തത് സിമുറയാണല്ലോ, ഇത് സയൻറ്റിഫിക് നിഞ്ച ടൂൾ റിസർച്ച് സെൻറ്റർ ആണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ സിമുറെ പിടിക്കാൻ പോവാണ്. സിമുറെ കറക്റ്റ് പിടിക്കുന്നുണ്ട് ചെന്ന്. ഇവർക്ക് ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സിമുറയ്ക്ക് മനസ്സിലായി അവൻ ഏതിലേ രക്ഷപ്പെടാൻ പോകുന്നതെന്ന്. കാരണം അവളാണല്ലോ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നൂയിനെ യൂസ് ചെയ്ത് സിമുറേനെ തോപ്പിക്കാൻ നോക്കി ഇവനെ പിന്നെയും പിടിക്കുന്നുണ്ട്. നൂ ഒരു വലിയ മൃഗമായതുകൊണ്ട് തന്നെ നൂ ഇവനെ കടിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ കൈ ഒരുപാട് മുറിയുന്നുണ്ട്. ആ ഒരു മുറിച്ചയിൽ തന്നെ, അതായത്
നൂ കടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ബെൽറ്റ് പൊട്ടുന്നുണ്ട്. അങ്ങനെ ഇവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. നൂവിനെ നോക്കി പറയുന്നുണ്ട്, നീ എന്നെ പോലൊരു മൃഗമാണെന്ന്. അത് കേട്ട സിമുറ ഒന്നുകൂടെ അവൻ്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അവൻ്റെ കൈ മുറിഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, കാരണം ഇതുവരെ കാറയുടെ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഇവൻ ഓടുന്നത്. അവൻ്റെ മന്ദോത്തിയാണോ എന്തോ അവൻ്റെ ബ്ലഡ് അങ്ങനെ ആ സ്ഥലം ഫുള്ള് വീഴുന്നുണ്ട്. നമ്മളുടെ കവ്വാക്കി ഓടിയൻ്റെ ഹോട്ടലെടുത്ത് ഇവനെ എടുത്തിട്ട് വരാണ് നമ്മളുടെ ആർക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ പയ്യന് വേണ്ടിയിട്ട്. ആ കടക്കാരനാണെങ്കിൽ എടാ പട്ടി, നിന്നെ ഞാൻ എപ്പോൾ കൊല്ലും, കാരണം നീ എത്ര വട്ടം എൻ്റെ കടയിൽ നിന്ന് മോടിച്ചു എന്ന രീതിയിൽ അതിൻ്റെ പുറകെ വരികയാണ് അയാൾ അതിൻ്റെ പുറം. അപ്പോഴത്തേക്കും സിമുറ ആണെങ്കിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്, കാരണം സിമുറയെ കണ്ടു ആ ഒരു പട്ടിക്കുഞ്ഞ്, അതായത് ഹസ്കി തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. ഇയാളെന്ത് വൃത്തിയിട്ടവനാണ്, ആ നമ്മളുടെ ഹസ്കി കുഞ്ഞിൻ്റെ കാല് വലിച്ചെടുത്ത് പൊക്കി അതിനെ അടിച്ച് വാങ്ങാൻ നോക്കുകയാണ്. നീ അതിനെ ഉപദ്രവിക്കുമല്ലേ എന്നും പറഞ്ഞ് സ്കെയിൽസ് കൊണ്ടുവരാണ് നമ്മളുടെ നമ്മളുടെ പയ്യൻ. അങ്ങനെ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.